കട്ടപ്പന പുളിയൻമല ഹിൽ ടോപ്പിന് സമീപം ലോറി മറിഞ്ഞ് അപകടമുണ്ടായി. ലോറി ഡ്രൈവറെ പരിക്കുകളോടെ കട്ടപ്പനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസും ഫയർഫോഴ്സും എത്തി ലോറി താഴേക്ക് പോകാതെ വടം കെട്ടി നിർത്തുകയും ചെയ്തു. പ്രതികരണത്തിലേക്ക്. ലോഡുമായിട്ട് വന്നതാണ്. KJ ഗ്രാനൈറ്റിൻ്റെ അങ്ങോട്ടുള്ള ലോഡാണ്. പക്ഷേ ബ്രേക്ക് പോയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അറിയപ്പെടുന്നത്. ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു അപകട സാധ്യത വലിയ രൂപത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അപകട സൂചകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. സംഭവം മോളിൽ നിന്ന് വണ്ടി പോകുന്നതാണ്. ബ്രേക്ക് പോയെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഡ്രൈവർക്ക് വലിയ പരിക്കുകളൊന്നുമില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ വണ്ടി ലോഡ് വണ്ടിയാണ് കെട്ടി നിർത്തണമെന്ന് പറഞ്ഞ് ഫയർഫോഴ്സുകാരെ വിളിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അവർ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നിതിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിൻ, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വലിയ സാഹസത്യമായിട്ടാണ് ആ ലോറി പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് പൊട്ടിയതാണോ പോയതാണോ അപകട കാരണം? ഈ പരിക്കേറ്റ ഡ്രൈവറുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പോൾ? ലോറി ഡ്രൈവറെ പരിക്കുകളോടെ കട്ടപ്പനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഇനി ലോറി ഉയർത്തി റോഡിലെത്തിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമാണ് എന്തായിരുന്നു അപകട കാരണം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നും ലോഡുമായി എത്തിയ ലോറിയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. പുളിയൻമല ഹിൽ ടോപ്പിന് സമീപത്ത് കൊടും വളവിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞത്. തോട്ടത്തിൽ നിന്ന് ഒരു മരത്തിൽ ഇടിച്ചാണ് ലോറി നിന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിളിച്ചറിയിക്കുകയും ലോറി വീണ്ടും താഴേക്ക് പോകാതെ വടം കെട്ടി നിർത്തുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം റോഡിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലൊരു ഇതേ സ്ഥലത്ത് ഒരു ക്രെയിൻ ഈ രീതിയിൽ തന്നെ വളവിൽ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അപകടം നടന്ന സമയത്ത് അവിടെ നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഓടി മാറുകയാണ് ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു അപകടത്തിലേക്ക് പോയേനെ. അയാൾ ഈ ഓടി മാറുന്ന സമയത്ത് വീണ് അദ്ദേഹത്തിന് നിസ്സാര പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, നിതിനാണ് അപകടത്തിൽപ്പെട്ട ലോറിയുടെ വിശദാംശങ്ങളും. ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്.